നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരോട് ചേച്ചി എന്ന പരിഗണന ഞാൻ ഇതോടെ അവസാനിപ്പിച്ചമ്മേ. ഇനി എന്റെ നേരെ അവർ കൈ ഉയർത്തിയ കാലി കിടക്കുന്ന ചെരുപ്പുഴി ഞാൻ അവരുടെ മുഖത്തടിക്കും. അതിനൊരു സംശയം ആർക്കും വേണ്ട. ഇന്ന് അവരെ നീ തല്ലിയതിന്റെ പേരിൽ മാത്രമല്ല അമ്മേ ഞാൻ ഈ പറയുന്നത്. അവരിൽ വന്ന മാറ്റം കുറെ നാളായി ഞാനും ശ്രദ്ധിക്കുന്നു. എന്റെ ഭർത്താവിനെയും കുടുംബത്തിനെയും അംഗീകരിക്കാൻ പറ്റാത്തവരാരും എന്റെ ജീവിതത്തിലും വേണ്ട. എന്തു പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. സുമി, താൻ ഈ ലോകത്തൊന്നും അല്ലേടൂ. ചില ആളുകൾക്ക് മറ്റുള്ളവരെ പച്ച കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നല്ല മിടുക്കല്ല ഗിരി. എന്റെ രണ്ടാനമ്മയുടെ കാര്യമായിരിക്കും സുമി ഉദ്ദേശിച്ചതല്ലേ? അവരാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആള് തന്റെ അനിയത്തി നന്ദിതയായിരിക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഗിരി പറഞ്ഞത് 100% ശരി. അക്കാര്യത്തില് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ഗിരിയുടെ രണ്ടാനമ്മയ്ക്ക്. ഗിരിയോട് ഒട്ടും ബഹുമാനം ഇല്ലാതെ നന്ദു അങ്ങനെ കയർത്ത് സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ അവളെയും തല്ലി. അന്നേരത്തെ ഒരു ദേഷ്യത്തിന് ചെയ്തു പോയതാണ്. പിന്നെ ആലോചിച്ചപ്പോ എനിക്കതിൽ നല്ല കുറ്റബോധവും തോന്നി. ഞാൻ അച്ഛനോട് പറയുകയും ചെയ്ത. അവളെ ഒന്ന് കണ്ട് സോറി പറയാന്ന് വിചാരിച്ചാ ഞാൻ ആ മുറിയിലേക്ക് പോയത്. തിരിച്ച് അതുപോലെ ഒരെണ്ണം കൈവീശി സുമിതയുടെ മുഖത്ത് കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിന്റെ കുഴപ്പമായതൊക്കെ. പല നുണകളും പറഞ്ഞ് നന്ദുവിന്റെ മനസ്സിലെ നല്ല കഥാപാത്രങ്ങളായിട്ട് നിതീഷും അവന്റെ അമ്മയും മാറിയിരിക്കുന്നു. അവരെ അവള് കണ്ണടച്ച് വിശ്വസിക്കുന്നു. അതാ പ്രശ്നം. പക്ഷേ ഇനി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ നന്ദു നന്നാവുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഗിരി. ഇത്തിരി വേദനിക്കേണ്ടി വന്നാലും ശരി, അവൾ സത്യങ്ങൾ തിരിച്ചറിയണം. കൂടെ നിന്ന് ചതിക്കുന്നവരെ അവൾ മനസ്സിലാക്കണം. അതാ വേണ്ടത്. വിചാരിക്കുന്നത് പോലെ എല്ലാം കൈപ്പിടിയിലായാൽ അവരാദ്യം ചെയ്യാൻ പോകുന്നത് നന്ദിതയെ തള്ളിക്കളയാന്നതായിരിക്കും. ആ കാര്യം നീ അവളെ വാൺ ചെയ്യണം. ഒന്നും ഇപ്പൊ അവളുടെ തലയിൽ കയറില്ല. സ്വന്തം ജീവിതം പെരുവഴിയിലാവാതെ സുരക്ഷിതമാക്കാൻ വേണ്ട കാര്യങ്ങൾ അവൾ ബുദ്ധിപൂർവ്വം ഇപ്പോഴേ ചെയ്യണം. പക്ഷെ അവള് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ ഗിരി? അത് സംഭവിക്കണമെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അവരെന്നുള്ള സത്യം അവള് തിരിച്ചറിയണം. അതവളെ ഒരുപാട് വേദനിപ്പിക്കുമായിരിക്കും. എങ്കിലും അവളുടെ നല്ലതിനു വേണ്ടി അനുരാധയുടെയും നിതീഷിന്റെയും മുഖംമൂടി നമുക്ക് കഴിയുന്നത്ര വേഗം വലിച്ചു കീറുക തന്നെ വേണം. അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഗിരി എന്ത് നിലപാടെടുത്താലും എന്ത് നീക്കങ്ങൾ നടത്തിയാലും ഇനി ഞാൻ അതിനെതിരെ നിൽക്കില്ല. എന്റെ വീട്ടുകാരും അനിയത്തിയും ഇപ്പോഴിത്തിരി വേദനിച്ചാലും എന്നെ വെറുത്താലും സാരല്ലോ ഗിരി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ ജീവിതം ഒരു വലിയ ദുരന്തമായിട്ട് അവസാനിക്കുന്നത് ഞാൻ സാക്ഷിയാവേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.